എറണാകുളത്ത് മണപ്പാട്ട് പറമ്പ് സ്റ്റേഡിയത്തിൽ ഒരു കൂറ്റൻ കൺവെൻഷൻ നടത്തി. ഏതാണ്ട് 5000-ലധികം നഴ്സുമാരാണ് ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബസ് പിടിച്ചെത്തിയത്. കേരളത്തിൽ ഒരു ഒറ്റ ചാനലിലോ ഒറ്റ പത്രത്തിലോ ഈ വാർത്ത വന്നില്ല. അതിനൊരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. അത് UNAയോടുള്ള വിരോധമല്ല, നേരെ മറിച്ച് മറുനാടനോടുള്ള ആശങ്കയാണ്. ആ കൺവെൻഷന്റെ ഉദ്ഘാടന ചുമതല ഏൽപ്പിച്ചിരുന്നത് എളിയവനായി എന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ പരിപാടി പൂർണ്ണമായും മാധ്യമങ്ങൾ ബഹിഷ്കരിച്ചു. ഒരു പത്രത്തിലും വാർത്ത വന്നില്ല, ഒരു ചാനലിലും വാർത്ത വന്നില്ല. അതേസമയം കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നേഴ്സ് സമ്മേളനമായി അത് മാറി. ഏതാണ്ട് 5000-ലധികം നേഴ്സുമാർ ബസ്സുകൾ പിടിച്ച് അവിടെ എത്തി. സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞ് ആളായിരുന്നു. അവരെല്ലാം ആവേശത്തോടുകൂടി UNAയുടെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെട്ടു. അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാനുള്ള ക്യാമ്പയിൻ ആരംഭിച്ചു. UNA ലക്ഷ്യം വയ്ക്കുന്നത് കേവലം വിജയമല്ല, കുറഞ്ഞത് 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലുള്ള വിജയമാണ്. CPM അക്ഷരാർത്ഥത്തിൽ ഞെട്ടിവിറച്ചുപോയി. CPM അവരെ പൂട്ടിക്കെട്ടാൻ കഴിഞ്ഞ തവണ ശ്രമിച്ചു, പലരെയും ജയിലിൽ അടച്ചു. പക്ഷെ UNAക്കൊന്നും പറ്റിയില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ ശക്തിയോടുകൂടി നേഴ്സുമാർ ആവേശഭരിതരായി എത്തിയിരിക്കുന്നു. ആ നേഴ്സുമാർ എല്ലാവരും ഒരുമിച്ച്, ആരും അറിയാതിരുന്നിട്ടും, ഒരു പത്രവാർത്തയും വരാതിരുന്നിട്ടും, ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ഇല്ലാതിരുന്നിട്ടും നേഴ്സുമാർ ഒരുമിച്ചുകൂടി അവർ അവരുടെ സ്ഥാനാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥികൾ സ്റ്റേജിൽ വന്ന് നേഴ്സുമാരെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നേഴ്സിംഗ് സമൂഹത്തോടും UNAയോടും കൂറു പുലർത്തും എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് പോയി. അതോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ UNAയുടെ സ്ഥാനാർത്ഥികൾ, UNAയുടെ നേതാക്കൾ നേഴ്സിംഗ് കൗൺസിൽ ഭരിക്കുമെന്ന് ഉറപ്പായി. അതായത് സകല നേഴ്സിംഗ് കോളേജുകളെയും നിയന്ത്രിക്കാനുള്ള ശക്തിയായി, സകല നേഴ്സുമാരെയും സഹായിക്കാനുള്ള ശക്തിയായി UNA മാറുമെന്ന് ഉറപ്പായി. സർക്കാർ വളഞ്ഞ വഴിയിലൂടെ ഈ തെരഞ്ഞെടുപ്പ് മട്ടിമറിക്കാൻ ശ്രമിക്കുമായിരിക്കും. പക്ഷെ UNAയെ ഇല്ലാതാക്കാനോ UNAയുടെ നീക്കങ്ങളെ ഇല്ലാതാക്കാൻ അവർക്ക് കഴിയില്ല. സർക്കാർ പതുങ്ങി നിൽക്കുകയാണ്. CPM വിറച്ചു നിൽക്കുകയാണ്. UNAയുടെ വിജയം CPMനെ ഭയപ്പെടുത്തുന്നത്, ജനത്തെ പറ്റിക്കുന്ന CPM യൂണിയനുകൾ ഒക്കെ ഇങ്ങനെ മാറി മറിയുമോ എന്ന ഭയത്തിലാണ്. നേഴ്സിംഗ് മേഖലയെ UNA പിടിച്ചെടുത്തിരിക്കുന്നു. ഇമാതിരി സത്യബോധമുള്ള ആരെങ്കിലും ഒക്കെ സ്വതന്ത്ര പ്രസ്ഥാനങ്ങൾ തുടങ്ങിയാൽ CPMന്റെ അന്നം മുട്ടും. കാരണം തൊഴിലാളികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവർ രംഗത്ത് വന്നാൽ തൊഴിലാളികളെ പറ്റിക്കുന്ന സംഘടനകൾ ആറ്റിലെറിയപ്പെടും.